ഇതിപ്പോ വെണ്ടയ്ക്ക ഉണ്ടല്ലേ? യെസ്. ഓക്കെ, ദോശയ്ക്ക് പകരം പുട്ടാക്കിയാലോ? അടിപൊളി അടിപൊളി. ആ ഓക്കെ, എടാ ആ ഫ്രിഡ്ജിനകത്ത് ഒരു കവറിനകത്ത് ക്യാരറ്റ് ഇരിക്കുന്നുണ്ട്, അതൊക്കെ എടുത്തേക്ക്. ഞാനേ കഴിഞ്ഞ ദിവസം പടവലത്ത് പോയപ്പോ അവിടെ അമ്മ ഒരു പുട്ടുണ്ടാക്കി തന്നു. പണ്ടത്തെ അമ്മയുടെ പുട്ടുണ്ടല്ലോ, ഭയങ്കര ടേസ്റ്റാണ്. അതേ ടേസ്റ്റാ ഇപ്പോഴത്തെ പുട്ടിന്. കടയിൽ നിന്ന് മേടിച്ച പൊടി തന്നത്. ഏത് പുട്ടുപൊടി? ഞാനിട്ട് 2 മേടിപ്പിച്ചു. 2 ഒരെണ്ണം കൊണ്ട് കൊണ്ടുവന്ന് പറഞ്ഞാൽ അവിടെ തന്നെ വെച്ചു. അമ്മ ക്യാരറ്റ്. അവിടെ നിൽക്കട, ആദ്യം നമ്മൾ പുട്ടിൻ്റെ കാര്യം നോക്കട്ടെ. ഇവിടെ ഓക്കെ കിട്ടി. ഇതേ യൂണിറ്റ് ടേസ്റ്റിൻ്റെ പുട്ടുപൊടിയാണ്. കഴുകി വറുത്ത നല്ല നാടൻ പുട്ടുപൊടിയാണ്. ഭയങ്കര ടേസ്റ്റാണ്. നമ്മൾ ഇങ്ങനെ ഒരെല്ലൊക്കെ ഇടിച്ചിട്ട് പുട്ടുണ്ടാക്കില്ലേ വറുത്തിട്ട്, അതേ ടേസ്റ്റ്. അത്രയ്ക്ക് ടേസ്റ്റ് ആണെങ്കിൽ നമുക്ക് യൂണിറ്റ് ടേസ്റ്റ് പുട്ടുപൊടി സ്ഥിരമാക്കാം. ഇടയ്ക്ക് നമുക്ക് പുട്ടുണ്ടാക്കാമല്ലോ. അപ്പോ എവിടെ ക്യാരറ്റും? ക്യാരറ്റ്. എടാ അത് കട്ട് ചെയ്തെടുക്ക്. നീ കട്ട് ചെയ്യ്. ഞാനാ കട്ടിയടാ എന്തോന്ന് ഒന്ന് പഠിപ്പിച്ച് കാണിച്ചു കൊടുത്തേ. കട്ടിങ് ബോർഡൊക്കെ എടുക്ക്, കത്തിയൊക്കെ എടുക്ക്. എടാ ആ പുട്ടിന്റെ പൊടിയിൽ കുറച്ച് പൊടി എടുത്തിട്ട് പാത്രം എടുത്ത് അതിനകത്ത് പൊടി ഇട്ടിട്ട് ആവശ്യത്തിന് വെള്ളം ഒഴിച്ച് നനയ്ക്ക്. പുട്ടിന്റെ പൊടി എടുത്തിട്ട് പുട്ടിനെ നനയ്ക്കാൻ. നനയ്ക്കല്ലേ അമ്മ? ഞാൻ വേണ്ടേ? അവിടെ നിക്ക്, അപ്രാളപ്പെട്ടെ നിക്ക. ഇവരെ കൊണ്ട് ഇതൊക്കെ ഒന്നും ചെയ്യിക്കട്ടെ. കേശുവേ ശ്രദ്ധിച്ചോ, വെണ്ടയ്ക്കതേ ഇതുപോലെ കുരുകുരാന്നരിയണം കേട്ടല്ലോ, ഈ വലിപ്പത്തില്. അത് ക്യാരറ്റ് കഴുകും. കടിക്കണ ഒരു കത്തി വെച്ച് കട്ട് ചെയ്താ പോരെ? ആണോ? ചിപ്സ് ഒക്കെ അങ്ങനെയല്ലോ ഇത്ര മതിയാ? നില്ലെന്ന് എന്റെ കൈ കുത്തു ഞാൻ. അത് മൊത്തം കട്ട്, ഒരു ഇച്ചിരി കട്ട് ചെയ്താ പോരെ? ആണോ? എന്റെ ദൈവമേ, കേശു വെണ്ടക്കറിയണടാ. എന്താ എന്റെ കളക്ടറുടെ ചെറുക്കനാണ്. അല്ലച്ചാ, ഇപ്പൊ കൃഷിക്കാരനല്ലേ ആവാൻ പോണേ. അവൻ കൃഷിക്കാരനാവും കളക്ടറാവും അല്ലേ മക്കളെ? ഞാൻ ആദ്യം നേരെ ഈ വെണ്ടയ്ക്ക ഒന്ന് അരിയാൻ പഠിച്ചു, എന്നിട്ട് എല്ലാം ആയാ പോരെ? മതി. അയ്യോ ഫീൽഡ് ഓഫീസറാ പുട്ടിന് മാവ് കുടക്കണ. എന്റെ ദൈവമേ, ഇതിന് വെള്ളം ഒഴിക്കണല്ലേ? വെള്ളം ഒഴിക്കണ്ട്. എത്ര വെള്ളം ഒഴിക്കണ്ടേ? ആവശ്യത്തിന് വെള്ളം ഒഴിച്ചാൽ മതി. അത് നനയ്ക്കുമ്പോൾ അറിയാൻ പറ്റും. ഞാനിപ്പോ വരാട്ടാ. സുഷ്മയെ 1-2 കാര്യങ്ങൾ, ഓഫീസിലെ കാര്യങ്ങൾ ചോദിക്കാണ്ട്, വിളിച്ചിട്ട് വരാം. അല്ല, ആവശ്യത്തിന് എന്താന്ന് വെച്ചാ നീ വലിയ മാനേജർ ആവണൊക്കെ ശരി തന്നെ. എടാ അത് വീട്ടു ജോലിയാടാ. ഇതിന് നീ മാനേജറും കളക്ടറൊക്കെ ആവാം കേട്ടാ. ചെയ്ത് പടി. അല്ല പിന്നെ വെള്ളം എടുത്ത കേശു മാറി. ഞാനാ വെണ്ടക്കറിയാനാ? വലിയൊരു കമ്പനി സൂപ്പർവൈസറാണ് കേട്ടാ. ഞാൻ വെണ്ടക്കറിയാനാടാ. ചേട്ടാ, പുട്ടുപൊടി നനയ്ക്കുന്നത് എവിടെ വരെ? എന്താ നിനക്ക് നനയ്ക്കണാ? അയ്യോ വേണ്ട, ചേട്ടന് വല്ലപ്പോഴും കിട്ടുന്ന ചാൻസ് അല്ലേ ചേട്ടൻ ചെയ്ത്. സത്യം പറഞ്ഞിട്ടല്ലോ അച്ഛാ, ഞാൻ ഇവിടുത്തെ പണി മൊത്തം പഠിച്ചത് അവിടെ നിന്ന് കുഴിപ്പളത്തുനിന്ന്. എവിടത്തെ പണി എത്ര പഠിച്ചെന്ന്? അല്ല, ഞാനിവിടെ ചെയ്യേണ്ട ജോലി മൊത്തം പഠിച്ചത് അവിടെ നിന്നാണെന്ന്. 2 വെണ്ടക്കറിയണതും കട്ടൻ ചായക്ക് തേയിലിടണാ വലിയ പണി. അപ്പൊ ഞാനിവിടെ ഉണ്ടാക്കുന്നത് മീൻ കറി, കാന്താരി രസം, അതൊക്കെയോ? അയ്യോ, അതിന് ഈ ജന്മം മൊത്തം ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കും. കുഴുപ്പളത്ത് കുറച്ച് കയറി, ഇവിടെ കുറച്ച് കയറി. എടി ഞാൻ ആ കൂടി ജന്മത്തിൽ എത്ര പ്രാവശ്യം അടുക്കളയിൽ കയറിയിട്ടുണ്ട്? ഒന്ന് വിരലെണ്ണാവുന്നല്ലേ ഉള്ളൂ. ഷോ കാണിക്കണുള്ളൂ. 3 വെള്ളിയാഴ്ച. എന്താന്ന്? 3 വെള്ളിയാഴ്ച. ഞാനേ അമ്മയടുത്ത് പോയിട്ട് ഇന്നത്തെ ഫുഡിന്റെ പ്രിപ്പറേഷനും കാര്യങ്ങളൊക്കെ ചോദിച്ചിട്ട് വരാം. ഇതിന്റെ പ്രിപ്പറേഷനും കാര്യങ്ങളും എന്താടിയാ മൊബൈൽ നോക്കി ചിരിക്കണത്? അടക്കള പണിയൊന്നുമില്ലേ? അവിടെ പിള്ളേരൊന്ന് ചെയ്തോണ്ടിരിക്കണല്ലേ, അവര് ചെയ്ത് പഠിക്കട്ടെ. അമ്മ ഉച്ചക്ക് എന്താ പരിപാടിയപ്പോ? പ്ലാൻ ചെയ്തോ, നമുക്ക് ചെയ്യാം. അവളാ പ്ലാൻ അനുസരിച്ച് വെറൈറ്റി എല്ലാം ഉണ്ടാകും. ലഡിയല്ലോ? അല്ല, ഇനി പ്ലാൻ ചെയ്യാനായിട്ട് ആകെപ്പാടെ കുറച്ച് മീനും പച്ചക്കറി മാത്രമേ ഉള്ളൂ. വേറെ എന്തുണ്ടാക്കാനാ? മത്തി ഉണ്ടല്ലോ. മത്തിന് എന്തുണ്ടാക്കാൻ പോണ്? എടി ഇത് ചിരിക്കാതിരുന്ന്. അമ്മ എന്താ കാണുന്നേ? പണ്ടത്തെ സിനിമയിലെ കോമഡി, മറ്റേ പപ്പുന്റെ സിനിമയില്ലേ, താമരശ്ശേരി ചുരു. അത് പറഞ്ഞു കൊളോക്കല്ലേ. ശിവ എവിടെ? അവളടുക്കളയില്. വിളിക്കലച്ചു. ശിവ, അവളവിടെ എന്ത് ചെയ്യിക്ക? ശിവ എന്താണമ്മ, എനിക്ക് കേക്ക് ഒരു പ്രാവശ്യം വിളിച്ചാ മതി. എന്താ നീ എന്തിനാ അവരെ ശല്യപ്പെടുത്തണേ? അവരോട് ഓരോന്ന് ചെയ്യല്ലേ. ഈ കേശുവിന്റെ പുറകെ ശല്യപ്പെടുത്തല്ലേ കേട്ടോ. അവരെന്തെങ്കിലുമൊക്കെ അവിടെ ചെയ്യട്ടെ. നീ മത്തിയിൽ എന്തോന്ന് ഉണ്ടാക്കുന്ന പറഞ്ഞു? വെറൈറ്റി. എന്താ വെറൈറ്റി? ഉണ്ടാക്കുമ്പോ നോക്കിക്കോ, നല്ല അടിപൊളി ഐറ്റം ആയിരിക്കും. മത്തിയാ? നന്നായി വേഷമായിരിക്കും. അതെ, ഞാൻ ജംഗ്ഷനിൽ പോകണം. നിനക്ക് വല്ല മട്ടനോ ചിക്കനോ
വല്ല വാങ്ങണി ഞാൻ പോയിട്ട് വരാം. വെറുതെ നിങ്ങക്ക് ബുദ്ധിമുട്ടാവും, പോണം മേടിക്കണം. എനിക്കെന്ത് ബുദ്ധിമുട്ട്? എനിക്ക് ബുദ്ധിമുട്ടില്ല, ഞാൻ വന്നോണ്ട് വരാം. എനിക്ക് ബുദ്ധിമുട്ട്, കാശ് തരണ്ടേ ഞാൻ. ആരെങ്കിലും കടയിൽ പോവാങ്കിൽ എനിക്ക് ഐസ്ക്രീം കഴിക്കണം. ഇവിടെ ആരും കടയിൽ പോണില്ല. അമ്മ, അതെ, പുട്ട് കുഴച്ച് കുറച്ച് വെള്ളം കൂടി പോയോ എന്നൊരു ഡൗട്ട്. അത് കട്ടിയാവുമായിരിക്കില്ലേ കുറച്ച് കഴിയുമ്പോ? എങ്ങനെയാണെന്നറിയാമോ? ഒന്നെങ്കിൽ ദോശ ഉണ്ടാക്കണം, അല്ലെങ്കിൽ പുഴുങ്ങിയെടുത്ത ഇത് കട്ടിയാവും. ഇങ്ങനെയാണ് അത് വെള്ളം കൂടി പോയപ്പോ കോമ്പൻസേറ്റ് ചെയ്യാൻ വേണ്ടി ഫുള്ള് ഇട്ട് നോക്കി, എന്നിട്ടും തികഞ്ഞില്ലെന്ന് തോന്നുന്നു. എടാ പുട്ടിന് മാവ് കുഴക്കണമെന്ന് അറിയടാ. എടാ വെള്ളം തളിച്ച് 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 കുഴക്കണം. ഇതൊരു പപ്പു സാറ് പറയുമ്പോൾ വീണ്ടും ശരിയായില്ല അത്. ഞാൻ വെച്ചിട്ടുണ്ട്. നിന്റെയൊക്കെ പ്രായത്തിൽ ഞാൻ പാചകത്തിന് പോയത് അറിയാ? പാചകത്തിനാ? പാചകത്തിനടി, പാചകത്തിന്. മറ്റേ കല്യാണ വീട്ടില് അപ്പൊ ഇന്നത്തെ ബ്രേക്ക്ഫാസ്റ്റ് ശിവ ശിവ. എന്താ അയ്യോ ശിവനെ വിളിച്ചാർന്നടി. എന്താ അമ്മ സോറി അമ്മ. അത് കുഴപ്പമില്ല, അമ്മ കുറെ കാര്യങ്ങൾ മക്കൾക്ക് പറഞ്ഞുതരാം. പറഞ്ഞു പറഞ്ഞ് ഈ ലെവലാക്കി കിഴങ്ങ്.